ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മീൻ കറി ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിനും കപ്പയ്ക്കും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല കുറുകിയ ചാറോടുകൂടിയ മീൻ കറിയാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ അയലമീനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ കഴുകി ഡ്രസ്സ് ചെയ്ത് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുടംപുളി 3 കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയുമാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ആവശ്യത്തിന് കടുകും ഉലുവയും നമ്മളൊന്ന് വറുത്തെടുക്കുക ചെയ്യുന്നത് ചെറുതീയിൽ. അത് ചൂടാറി കഴിയുമ്പോൾ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുവാണേ. ആ കൂടെ തന്നെ നമ്മൾ ഇവിടെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പച്ചമുളക് എല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ മസാലകളെല്ലാം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി, എരിവിനുള്ള പിരിയ മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പച്ചച്ചുവ മാറാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. തീ കുറച്ച് വെക്കണേ. ഇനി നമ്മളതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി, ഞാൻ 3 കഷ്ണം കുടംപുളിയാണ് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളത് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക്. ആ കൂടെ തന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറു തീയിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്.